ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങുകയാണ് കേട്ടോ. ഒരുങ്ങി ഇറങ്ങാൻ നേരത്തെ ആലോചിച്ചത് ഒരു വീഡിയോ എടുത്താലോ എന്ന്. അങ്ങനെ വീഡിയോ ഒക്കെ സെറ്റാക്കി നമ്മൾ ഇറങ്ങുകയാണ്. അണ്ട ഈ നിൽക്കുന്ന സുന്ദരി കുട്ടി ആരാന്ന് കണ്ടത് നമ്മുടെ കല്ലുമണിയാണ്. കല്ല് മാത്രമല്ല നമ്മുടെ പൊന്നുമുണ്ട്. രണ്ടാളും ഒരേ മോഡൽ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ നമ്മുടെ മിച്ചുക്കുട്ടിൻ്റെ ഡ്രസ്സൊക്കെ നല്ല അറേഞ്ച് ചെയ്യുമായിരുന്നു. എന്നിട്ട് നമ്മുടെ പൊന്നും കല്ലും കൂടെ തകർത്ത് ഡാൻസാണ് കേട്ടോ. അങ്ങനെ എവിടെ പോയാലും നമുക്കൊരു സെൽഫി നിർബന്ധമാണ്. അങ്ങനെ സെൽഫി എടുക്കാനുള്ള ഫോണിലെ സെറ്റിങ്സ് ഒക്കെ നോക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ രണ്ട് കുട്ടിമണീസും ഗേറ്റിൻ്റെ മണ്ടേ കയറി നിന്ന് ടാറ്റയൊക്കെ തന്നെ അവർ തന്നെ പോകുന്നുള്ള മട്ടിലാണ് കേട്ടോ. ബസ് കണ്ടതിൻ്റെ സന്തോഷമാണിതേ. പക്ഷേ നമ്മുടെ മിച്ചുക്കുട്ടിന് മാത്രം ആ തുള്ളിച്ചാട്ടം അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. രാവിലെ എണ്ണീറ്റ് എൻ്റെ ഒരു മുമിഷേട്ടയിലാണ് ആൾ. അപ്പോൾ റാന്നിയിലാണ് നമ്മുടെ കല്യാണം. അവിടെ വരെ പോകുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിച്ചു ഒരു കുപ്പി 7up ഒക്കെ വാങ്ങിച്ച് കയ്യെ വെക്കാമെന്ന്. അപ്പോൾ നമ്മുടെ കല്ലൂസിനും പൊന്നൂസിനും എൻ്റെ കൂടെ വരണം. അതുകൊണ്ട് ഞാൻ രണ്ടുപേരെയും കൊണ്ടുപോയില്ല കേട്ടോ. രണ്ടുപേരെയും കൂടെ കൊണ്ടുപോകാൻ പാടാ. അതുകൊണ്ട് ഞാൻ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പോയി 7up വാങ്ങിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ഇവർ പതിയെ പുറകിലങ്ങ് വന്നാൽ മതിയല്ലോ. അപ്പം 4 ബസ്സുണ്ട് കേട്ടോ. ബസ്സെല്ലാം റോഡ് സൈഡിൽ ഇങ്ങനെ നിർത്തി ഇട്ടേക്കാണ്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ബസ്സിലും ആൾക്കാരെല്ലാം കയറി കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇച്ചിരി താമസിച്ച് പോയി കേട്ടോ. ഫസ്റ്റ് കിടക്കുന്ന ബസ്സിൽ ഞങ്ങൾക്ക് ഇച്ചിരി പോലും സ്ഥലം കിട്ടില്ല. അതിൽ മൊത്തം അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ചേച്ചിമാരും എല്ലാവരും കയറിയിരുന്നു കേട്ടോ. സെക്കൻഡ് ബസ്സിലും അത് തന്നെ കഥ. പിന്നെ ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുന്ന ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഇരിക്കാൻ സീറ്റ് വേണമല്ലോ. ഈ 2 ബസ്സിലും നമുക്കത് കിട്ടില്ല. അങ്ങനെ കുട്ടിമണീസ് നടക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടല്ലേ. ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരേപോലെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ. ഈ ബ്ലൂ കളർ ഷർട്ട് ഇട്ട് നിൽക്കുന്നതാണ് നമ്മുടെ അതുല്യയുടെ ഹസ്ബൻഡ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിലേക്ക് കയറാൻ പോകും. നമ്മുടെ പൊന്നൂസും കല്ലും എൻ്റെ കൂടെ ബസ്സിൽ കയറാനായിട്ട് ഇങ്ങ് വന്നു കേട്ടോ. ആദ്യം നമ്മുടെ കല്ലുമാണ് പോയി കയറിയത്. അപ്പോൾ കല്ലുവിന് കയറാൻ പറ്റത്തോണ്ട് ഞാൻ കല്ലുവിനെ എടുത്ത് കയറ്റി. പുറകെ എൻ്റെ തൊട്ട് പുറകെ നമ്മുടെ പൊന്നൂസും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി സീറ്റ് പിടിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ആദ്യമേ അങ്ങ് കയറി. ഒത്തിരി സീറ്റ് ഒഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഫ്രണ്ടിൽ കുറച്ച് സീറ്റിലെ ആൾക്കാർ കയറി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാവുന്നുള്ള സൗകര്യത്തിന് ഞങ്ങൾ ഏറ്റവും ബാക്കിലാണ് പോയിരുന്നത്. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നേരം ഇരിക്കാമല്ലോ എന്ന് കരുതി. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ സീറ്റിൽ കയറി ഇരിക്കാൻ തുടങ്ങി. പുറകെ എല്ലാവരും വന്നും തുടങ്ങി. അങ്ങനെ ഞാനിരുന്നു, നമ്മുടെ പൊന്നൂസ് ഇരുന്നു, എൻ്റെ ചിന്നൊക്കെ വന്നിരുന്നു. അതിൻ്റെ തൊട്ട് പുറകെ നമ്മുടെ മിച്ചുകുട്ടനും അതിലേയും വന്നു. ഞങ്ങൾ ഒരു അരമണിക്കൂറോളം ആ ബസ്സിൽ പോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇരുന്ന് ഒരുപാട് നേരം കഴിഞ്ഞാൽ ബസ് എടുത്തത്. അങ്ങനെ നമ്മുടെ ബസ് എടുത്ത് കേട്ടോ. കുറേ നേരം പോസ്റ്റിന് ശേഷം ബസ് എടുത്ത് ഇങ്ങനെ പോവുകയാണ്. നമ്മുടെ മിച്ചുകുട്ടൻ നല്ല എക്സൈറ്റഡ് ആണ്. പുള്ളി ആദ്യമായിട്ട് ടൂറിസ്റ്റ് ബസ്സിൽ കയറുന്നത് കേട്ടോ. നമ്മുടെ മിച്ചിനൊക്കെ ഉണ്ട്, പൊന്നുണ്ട്, കല്ലൂസുണ്ട്. എല്ലാവരും നല്ല ത്രില്ലിരിക്കുക. പിള്ളേരുടെ മുഖത്ത് മൂഡ് ഓഫ് എന്ന് വെച്ചാൽ ബസ്സിൽ പാട്ടിട്ടിട്ടില്ല. പാട്ടുള്ള ബസ്സിൽ കയറിയാൽ മതിയായിരുന്നു എന്നൊക്കെ അവർ പറയുന്നത് കേട്ടോ. അങ്ങനെ കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് ബസ്സിൽ പാട്ടിട്ടത്. അപ്പോഴത്തേക്ക് നമ്മുടെ കല്ലു അപ്പുറത്ത് പൊന്നൂസും കിടന്നങ്ങ് നല്ല പോലെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. എന്നിട്ട് നമ്മുടെ കല്ലുക്കുട്ടൻ്റെയും മിച്ചൂസിൻ്റെയും പൊന്നൂസിൻ്റെയും ഒക്കെ ഡാൻസ് കാണാം. കല്ലു അങ്ങ് ആസ്വദിച്ചങ്ങ് ഡാൻസ് കളിക്കുകയാണ്. കല്ലുവിന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും നിരന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഏറ്റവും പുറകിലത്തെ സീറ്റ് തിരഞ്ഞെടുത്തത്. പക്ഷേ അത് ഞങ്ങൾക്ക് തന്നെ അബദ്ധമായി. കല്യാണ മണ്ഡപത്തിൽ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ വാള് വെക്കാൻ തുടങ്ങി. വാള് വെപ്പ് ഞാനായിരുന്നു തുടക്കം വിട്ടത്. എനിക്കൊരു കൂട്ടിന് അതിലേ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡാൻസ് കളിച്ചതിൻ്റെ ക്ഷീണമാണെന്ന് തോന്നുന്നു നമ്മുടെ കല്ല് പെണ്ണങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. കല്ലുവിൻ്റെ ക്ഷീണം തീർക്കാൻ അമ്മയുണ്ടായിരുന്നു. മോളിറങ്ങിയതിൻ്റെ ക്ഷീണം തീർക്കാൻ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. പാട്ട് കേട്ടപ്പോൾ തൊട്ട് തുള്ളാൻ തുടങ്ങിയത് ആശാട്ടി. അങ്ങനെ ഞങ്ങളുടെ വാളുവെപ്പും പാട്ടും മേളും ഡാൻസും ഒക്കെ കഴിഞ്ഞ് കല്യാണ മണ്ഡപത്തിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടുകാരുടെ ഫ്രണ്ടിൽ നിന്നിട്ടേ ഉള്ളൂ കേട്ടോ. അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം കേട്ടോ. അതുകൊണ്ട് കുട്ടീസിനെ കൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറി പോയില്ല. നമ്മൾ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് നമ്മൾ ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഇതെല്ലാം നോക്കി കണ്ട് കപ്പിന് വേണ്ടി വഴക്കുണ്ടാക്കുന്ന ഒരാളുണ്ട് കേട്ടോ. കണ്ടോ, അവൻ ആ കപ്പ് വേണം. കപ്പിന് വേണ്ടി ഇങ്ങനെ ചോദിക്കുകയാണേ. ആ വെള്ളം ഒഴിക്കുന്ന കപ്പിന് വേണ്ടിയിട്ട് ആൾ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. വാള് വെച്ച് തളർന്ന് ക്ഷീണിച്ച് ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ വരെ വന്നപ്പോഴത്തേക്ക് ആകെ തളർന്ന് ക്ഷീണിച്ചു. പക്ഷെ കുട്ടീസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർ അവരുടേതായ ലോകത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ കല്ലുമണി അച്ഛയെ കാണണം അമ്മേ എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അങ്ങനെ അതുല്യ കല്ലുമണിയെ സമാധാനിപ്പിക്കുകയാണ്. ഞങ്ങൾ കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നിന്ന് കാല് കഴിച്ചപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. തൊട്ടപ്പുറത്ത് ഞാനും ഇരിപ്പുണ്ട് കേട്ടോ. എത്രയെന്നും പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് ഒരു ക്ഷമ കിട്ടുന്നില്ലെന്നേ. അങ്ങനെ സദ്യക്ക് ഇത് തുറക്കാനുള്ള സമയമായപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കണ്ടു തിരക്കായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ആദ്യമേ കയറി. നല്ല അടിപൊളി സദ്യയായിരുന്നു. 2 കൂട്ടം പായസം കൂട്ടി ഞങ്ങൾ സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ കുട്ടീസിനൊക്കെ നല്ല ഇഷ്ടമാണ്. ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും. അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം കൊണ്ട് ഇവരെ നമുക്ക് നേരെ ഒന്ന് കാണാൻ പറ്റിയില്ല കേട്ടോ. അവര് താലികെട്ടും കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നേ. അതിനിടയിൽ കൂടെ അവർ ഡ്രസ്സ് മാറാനായിട്ട് എങ്ങോട്ടോ പോയി. പിന്നെ നമ്മൾ അവരെ കണ്ടില്ല. അങ്ങനെ ഹെവി ഫുഡ് അടിച്ചതിന്റെ ക്ഷീണമൊക്കെ തീർന്ന് ഞങ്ങൾ തിരിച്ചു വരാനായിട്ട് ബസ്സിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും